ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തിരിച്ചടിക്ക് പിന്നാലെ സമൂഹമാധ്യമങ്ങളിൽ കോൺഗ്രസിനെതിരെ വിമർശനമുയർത്തി മുസ്ലിം ലീഗ് പ്രവർത്തകർ. ബിജെപിയെ നേരിടാൻ കഴിയാത്ത വിധം കോൺഗ്രസ് തകർന്നുവെന്നും ഈ ബസ് ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ലെന്നുമുള്ള പരാമർശങ്ങളാണ് ഉയരുന്നത്. കോൺഗ്രസ് തകർച്ചയെക്കുറിച്ചുള്ള CPM നേതാക്കളുടെ പ്രതികരണങ്ങൾ ഷെയർ ചെയ്താണ് ലീഗ് പ്രവർത്തകരുടെ വിമർശനം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിലുണ്ടായ തിരിച്ചടിയിലാണ് മുസ്ലിം ലീഗ് സമൂഹമാധ്യമ ഗ്രൂപ്പുകളിൽ പ്രതിഷേധമുയരുന്നത്. കോൺഗ്രസ് നേതാക്കളുടെ അധികാരമോഹവും വ്യക്തിതാൽപര്യവും BJPയെ രാഷ്ട്രീയമായി എതിർക്കാൻ കഴിയാത്തതുമാണ് തിരിച്ചടിക്ക് കാരണമെന്ന് ലീഗ് പ്രവർത്തകർ വിമർശിക്കുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ കോൺഗ്രസിനെ വിമർശിക്കുന്ന M. സ്വരാജ് ഉൾപ്പെടെയുള്ള CPM നേതാക്കളുടെ പ്രതികരണങ്ങൾ ഷെയർ ചെയ്താണ് ലീഗ് പ്രവർത്തകരുടെ കുറ്റപ്പെടുത്തൽ. ഈ ബസ് ഇനിയും കാത്തിരിക്കണമോ എന്ന ചോദ്യവും ചില പ്രവർത്തകർ കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്നു. കോൺഗ്രസിനെ ആശ്രയിക്കാതെ സ്വന്തം നിലയിൽ മുസ്ലിം ലീഗ് ശക്തിപ്പെടുത്തി മുന്നോട്ടു പോകണമെന്നാണ് യൂത്ത് ലീഗ് തിരുവനന്തപുരം ജില്ലാ ഭാരവാഹി ഷഹീർ ജി അഹമ്മദ് വ്യക്തമാക്കിയത്. കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലിനെതിരെ നിലമ്പൂർ MLA PV അൻവർ നേരത്തെ ഉയർത്തിയ ആരോപണവും പുതിയ സാഹചര്യത്തിൽ ലീഗ് പ്രവർത്തകർ ഷെയർ ചെയ്യുന്നുണ്ട്. ടോർച്ച് അടിക്കേണ്ടത് എന്നെ തെരഞ്ഞല്ല, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അകത്തേക്കാണ്. ഇന്ന് ആ കോൺഗ്രസ് എവിടെ എത്തി നിൽക്കുന്നു? ഇന്ത്യയിൽ ആകമാനം കോൺഗ്രസ് തകർന്നു. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിനെ തകർത്തുകൊണ്ടിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ തിരിച്ചടി മുന്നണി മാറ്റം ആഗ്രഹിക്കുന്ന മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിന് ശക്തി പകർന്നിട്ടുണ്ട്. ഈ കേന്ദ്രങ്ങളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങൾ വഴി കോൺഗ്രസ് വിരുദ്ധ പ്രചാരണം നടത്തുന്നതെന്ന് ലീഗിലെ മറുവിഭാഗം ആരോപിക്കുന്നു. PK കുഞ്ഞാലിക്കുട്ടി KT ജലീലുമായി ചർച്ച നടത്തിയതിന് പിന്നാലെ മുസ്ലിം ലീഗ് മുന്നണി മാറ്റം ആഗ്രഹിക്കുന്നുവെന്ന പ്രചാരണമുണ്ടായിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനേറ്റ വൻ തിരിച്ചടി സംസ്ഥാനത്തും രാഷ്ട്രീയ ചർച്ചകൾക്ക് കളമൊരുക്കിയിരിക്കുകയാണ്. മുഹമ്മദ് ഷഹീദ്, News 18 കോഴിക്കോട്.